എനിക്കാണ് അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ട്രിപ്പ് അടിക്കുകയാണെന്നാണ് തോന്നുന്നത്. ടൂറിസ്റ്റ് ആൾക്കാരെയും കൊണ്ടായിരിക്കും ഈ കേബിൾ കാറിൽ പോകുന്നത്. എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ, കാര്യം അത്ര തിരക്കായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴി ഒരു വ്യൂ കണ്ടത്, അടിപൊളി ഒരു വീടും കേട്ടോ, ഒരു രക്ഷയില്ല. ഈ അമ്പലത്തിന്റെ പേര് വരുന്നത് ഉമാനന്ദ. ഹലോ ഗൈസ്, ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടി ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് വരുന്നത് ഫാൻസി ബസാർ എന്നാണ്. അപ്പോൾ ഫാൻസി ബസാറിൻ്റെ നേരെ മുൻപിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഈ ട്രാഫിക് പോലീസൊക്കെ നിൽക്കില്ലേ, വേണ്ട ആ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ ഗുരുദ്വാരയിലാണ് കേട്ടോ. ഇപ്പോൾ ഇന്നലെ രാത്രി എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ ഗുരുദ്വാരയിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരണ വഴി എൻ്റെ ഫോണിൽ 1% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണ വഴിയൊന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് ഗുരുദ്വാര. ഇവിടെ നമുക്ക് ഇന്നലെ രാത്രി അവർ ഫ്രീ ആയിട്ടാണ് താമസം തന്നത്. അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നും കൂടെ താമസിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 200 രൂപ ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനും നമ്മളെ ബൽവീന്ദർ ഭയ്യ ഉണ്ട്, പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ അതിൽ പിന്നെ ഹിന്ദിയിലാണ് സംസാരിക്കണേ. ഭയ്യ ഇതറാവോ आपका यूट्यूब चैनल का नाम क्या है? My YouTube channel name is Backpacker Balvinder. Okay. Not a backpacker, it's like a backpacker, like a BAG, not BACK. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും. ഇപ്പോൾ സമയമാണെങ്കിൽ രാവിലെ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ ഗുരുദ്വാരയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ. അവിടെ ഫുഡ് നമുക്ക് കിട്ടിയത് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും പിന്നെ നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ കറിയുമായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും അവനാണെങ്കിൽ ഇംഗ്ലീഷ് നേരെ അറിഞ്ഞൂടാ, എനിക്കാണെങ്കിൽ നേരെ ഹിന്ദി അറിഞ്ഞൂടാ. നമ്മൾ സംസാരിക്കുന്നത് we are talking like what to say man, it's like a okay. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും, അത് മതി. At night it's like a very crowded place over there. Here don't have you stay one foot over there. Okay. That like much crowded over there. Okay. അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേ ഇവിടെ ഭയങ്കര ക്രൗഡ് സ്ഥലമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് നമുക്കൊരു കാലെടുത്ത് വെക്കാൻ പറ്റാത്ത വണ്ണം തിരക്കായിരിക്കും ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ തുണിക്കട അങ്ങനത്തെ കുറേ ഫാൻസി സ്റ്റോറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഫാൻസി ബസാറെന്ന് പേര് വരുന്നത്. ഈ കടമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ വഴിയോര കടകളാണ് കേട്ടോ. കൂടുതലും തുണികളാണ് അവരിവിടെ ഇട്ട് വിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യണ തുണികളായിരിക്കണം. രാത്രി ആകുമ്പോൾ ഈ ബൈക്കും കാറും വരണതാണ് വിഷയം കേട്ടോ. ഈ ആൾക്കാർ മാത്രം നടന്നു പോകുകയാണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. Very beautiful flower market over there. ഇവിടെ. Okay. I know that. I get it the word. എന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ മുഴുവനും നമ്മുടെ ഫ്ലവർ എന്ന് പറയാൻ മനസ്സിലായില്ലേ, പൂക്കളിൻ്റെ കടകളെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് രാത്രി പറ്റുകയാണെങ്കിൽ ഇറങ്ങി ഇങ്ങോട്ട് നടക്കാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. വി ക്യാൻ കം അറ്റ് ഈവനിങ്. ഓക്കെ, രാത്രി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ. രാവിലത്തെ കാഴ്ചയും രാത്രിയുള്ള കാഴ്ച എങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. പിന്നെ ഇതാണ്ട ഇവിടെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട് കേട്ടോ മുകളിൽ കൂടെ. അപ്പോൾ നമുക്ക് ഇതുവഴി വേണം മുകളിലോട്ട് കയറാനായിട്ട്. മുകളിലോട്ട് കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങണമല്ല. ഇത് ബ്രഹ്മപുത്രനായത് നമ്മൾ അവിടെ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇവിടെ ഉപ്പാത്തുണ്ട്. ഉപ്പാത്തി കുടക്കായിരുന്നു നടക്കാം. തേങ്ങ എത്ര ചോദിച്ചു വെക്കായിരുന്നു. ഭയ്യ കിतना है? 50 नहीं 50 रुपीस ना. ഞാൻ വില ചോദിച്ചതാണ് കേട്ടോ. 50 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് നടന്നു പോകാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇതുവഴി നേരെ മുകളിൽ കയറിയിട്ട് അപ്പുറത്ത് പോകണം. മുകളിലോട്ടല്ലേ പോകുള്ളത്? മുകളിലോട്ടല്ലേ കേട്ടോ പോകുള്ളത്. അവൻ നേരെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ബൽവീന്ദറിനെ ഫോളോ ചെയ്ത് നടക്കാൻ, അവന് കറക്റ്റ് സ്ഥലം അറിയാം, നമുക്ക് കുറച്ച് നേരം ഇപ്പോൾ ഇരിക്കുക അവിടെ ബ്രഹ്മപുത്ര നദിയുടെ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ദിസ് മാർക്കറ്റ്. ഓക്കെ. ഓക്കെ. സംഭവം അവൻ പറഞ്ഞതേ, നമ്മൾ നേരത്തെ അവിടെ നടന്നു വന്നില്ലേ ഒരു വഴി, അത് ഇവൻ രാത്രി കണ്ടത് ഈ വഴി, ഈ മാർക്കറ്റിനെ കണ്ടിട്ടാണ് അവൻ അവിടെയാണെന്ന് പറഞ്ഞത് കേട്ടോ. അവന് സ്ഥലം മാറിപ്പോയതാണ്. ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് കേട്ടോ. നദിയുടെ ഫ്രണ്ടിലായിട്ട് കാണില്ലേ, ഇവിടെ ഇവർ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഇവിടെ പ്ലാസ്റ്റിക്, പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഇവിടെ നല്ല സ്മെല്ലും ഉണ്ട്.
അതിൻ്റെ ഇടയിൽ കൂടെ താണ്ടാ ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠ പോലെ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത് അവർ. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലേ പിന്നെ അതുമല്ലാതെ ഇവിടെ ഈ ഒരു പ്രതിഷ്ഠ ഒക്കെ ഇരിക്കുന്നില്ലേ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുമായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മളവിടെ ഉള്ള റോഡ് പോലെ തന്നെ, സിറ്റിയിലുള്ള റോഡ് പോലെ ഇവരുടെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ അകത്തോട്ടൊക്കെ പോകില്ല റോഡ്, അത് മാത്രമേ ഉള്ളൂ മോശം. ഈ ഹൈവേ റോഡും മെയിൻ റോഡും നമ്മുടെ ബൈപ്പാസും ഒക്കെ അടിപൊളിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും ഇനി നേരെ അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക് കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണെന്ന് തോന്നുന്നത്. ഇത് ഇലക്ട്രിക്കലാണോ? ഇലക്ട്രിക്കൽ ബസ്, EV ബസ്, ടാറ്റയുടെ. ആ ബസ് പോകുന്നത് കാമിക്ക ദേവി ടെമ്പിളിലോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് 25 രൂപയാണ് നമുക്ക് നമ്മുടെ കാമാഖ്യ ദേവി ടെമ്പിളിലോട്ട് പോകുന്നതിന് ചാർജ് വരുന്നത് കേട്ടോ, ഫാൻസി ബസ്സാർന്ന്. ഇവിടെ നിന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ബസ് വരുന്നത്. വി ക്യാൻ ഗെറ്റ് ഫെറി ഫ്രം ഹിയർ. The world deepest river over there in India. It is Brahmaputra. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര എന്ന്. എനിക്ക് തോന്നുന്നു ഇത് ഫെറിയുടെ ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇതൊക്കെ. പിന്നെ ഇതുവഴി വേസ്റ്റ് വെള്ളം ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. ഇതുവഴി എനിക്ക് തോന്നുന്നു ആ ചാല് വഴി വരണയാണെന്ന് തോന്നി ഈ വേസ്റ്റ് വെള്ളമൊക്കെ. നേരെ നദിയിലോട്ടാണ് പോണേ. ഇവിടെ ഒരാൾ കിടക്കണുണ്ട്. ബൽവീന്ദർ ഇങ്ങനെ വീഡിയോ എടുക്കണുണ്ട്. എന്താ പറയുക, അവൻ ഹിന്ദിയിലാണ് ഫുള്ള് വീഡിയോ എടുക്കണം. നിങ്ങൾ അവൻ്റെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് തോന്നുന്നത് അക്കരക്കര പോകാനുള്ള ഫെറിയാണ് ഇതോ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. അത് അവിടെ ഫെറി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്നില്ല ആൾക്കാർ, ഇവരെല്ലാവരും ഈ ഒരു ഫെറി ആയിരിക്കും അക്കരയ്ക്കര പോകാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ വെയിലടിക്കുന്നുണ്ട്, വലിയ ഒരു ചൂടനുഭവം വരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം വല്ലതും ഉണ്ടോ എന്തോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫെറിയിലോട്ട് നടന്നു പോകുന്ന വഴി. ടിക്കറ്റ് എടുക്കണ എവിടെയെന്നൊരു പിടിയില്ല. ഞാൻ അതൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ ജസ്റ്റ് ഈ ഫെറി മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കരക്കര പോയിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ് ഞാനും ബൽവീന്ദരും. അപ്പോൾ എന്തായാലും എത്ര രൂപയാണെന്നൊരു പിടിയില്ല. അവൻ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചിട്ട് ഇപ്പോൾ വരും. ഇങ്ങോട്ട് കയറുന്ന വഴി എനിക്കൊന്ന് ഇതും ഒരു ചെറിയൊരു ബോട്ട് പോലത്തെ സെറ്റപ്പാണ്. അതിലവർ കടമൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ എനിക്കൊന്ന് ചായ, പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയുണ്ട്, 2 സൈഡും. ഒരാൾക്ക് 5 രൂപയാണ് വരുന്നത് കേട്ടോ ടിക്കറ്റ്, 10 അല്ല. ഒരാൾക്ക് 5, ഒരാൾക്ക് 5, അങ്ങനെ നമുക്ക് 2 പേർക്ക് കൂടെ 10 രൂപയാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത് അപ്പർ സൈഡ് പോകാനായിട്ട്. എന്തായാലും നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി നിൽക്കാം, അതാകുമ്പോൾ വീഡിയോ എടുക്കാമല്ല. ഇവിടെ നിന്ന് കയ്യിൽ നിന്നേറ്റ ഫോണ് പോയാൽ നേരെ വെള്ളത്തിൽ തിരിച്ചു പോലും കിട്ടൂല. അപ്പോൾ ആരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബൈക്കിൽ പോകുന്ന ആൾക്കാരെല്ലാവരും അതുവഴി പോവുമായിരിക്കും. ലൈഫ് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും തരില്ല കേട്ടോ. അങ്ങനെ നമ്മളെ നാട്ടിലും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇത്തിരി ആഴം കൂടിയ നദിയല്ലേ, അപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു. എനിക്കാണെങ്കിൽ നീന്താനും അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരു ഫെറി വന്ന് നിന്നിട്ടുണ്ടേ. അപ്പോൾ അവിടെ നാളെ വിളിച്ചിട്ട് ഇപ്പുറ സൈഡ് വന്നതാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് അപ്പർ സൈഡ് പോകുന്നു. അപ്പർ സൈഡ് കുറച്ച് നേരം നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. അതാണ് നമ്മളെ ഇന്നത്തെ പ്ലാൻ. പിന്നെ വൈകുന്നേരം നമ്മളെ രവി പറഞ്ഞുണ്ട്, രവി ബ്രോ. അവൻ ഈ സിലിഗുരി എത്തി. സിലിഗുരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് 8 മണിക്കൂറുള്ള യാത്ര ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. എനിക്ക് വേണമെങ്കിൽ നോർമൽ ട്രെയിനാണെന്ന് തോന്നുന്നു എടുത്തത്. അത്യാവശ്യം ഇത്തിരി സ്പീഡ് കൂടിയ ട്രെയിൻ എടുത്തിരുന്നെങ്കിൽ നേരത്തെ ഇങ്ങ് എത്തുമായിരുന്നു. 400 കിലോമീറ്റർ കണ്ടോ ഉണ്ട് സിലിഗുരിയിൽ നിന്ന് നമ്മുടെ ഗുവാഹട്ടി വരെ വരാനായിട്ട്. 5 രൂപയ്ക്ക് കട്ട ലാഭമാണ് കേട്ടോ. നമുക്ക് ഫെറിയിൽ യാത്രയും ചെയ്യാം, എന്തോ പറയാൻ ആ ഒരു എക്സ്പീരിയൻസും കിട്ടും. അയാൾ ബെല്ലടിച്ചിട്ടുണ്ട്, നമ്മുടെ കപ്പിത്താൻ ബെല്ലടിച്ച് ഇപ്പോൾ വണ്ടി എടുക്കും. ഇനി അടുത്ത ഫെറി എത്ര മണിക്കാണോ എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതാണ് ഒരു പിടിയില്ലാത്തത് കേട്ടോ. നമ്മൾ ചാടി പിടിച്ച് കയറി അപ്പുറത്ത് പോകണ്ട. ഇനി അവിടെ നിന്ന് വൈകുന്നേരമായിട്ടാണ് ഫെറി ഉള്ളതെങ്കിൽ നമ്മൾ വലഞ്ഞത് തന്നെ. അങ്ങനെ ആയിരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് രാവിലെ ഇപ്പോൾ 9:20 ആയിട്ടുണ്ട്, 9:30. അപ്പോൾ ചിലപ്പോൾ ഒരു 10-11 മണി വരെയെങ്കിലും ഫെറി കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബൽവീന്ദർ കൂടെ ഉള്ളതുകൊണ്ട് ഹിന്ദി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ അറിയാമെന്നില്ല. അവൻ ഹിന്ദിക്കാരല്ലേ, അപ്പോൾ അവന് നന്നായിട്ട് അറിയാം. പിന്നെ ഞാനും അവനും
സംസാരിക്കുന്നത് നമുക്ക് രണ്ടർക്കും മനസ്സിലാവും, പക്ഷേ നിങ്ങൾക്ക് കേട്ടാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ നേരെ ഫ്രണ്ടിലോട്ടൊരു ഐലൻഡ് കാണുന്നില്ലേ, ആ ഐലൻഡാണ് അത്. ഉമാനന്ദ ഐലൻഡ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ ഇവരിവിടെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പേര് വരുന്നതും ഉമാനന്ദ അമ്പലം എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ ഫെറിയാണ് എടുക്കേണ്ടത്. വേറെ ഫെറി എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഫെറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഐലൻഡിൽ പോയിട്ട് അമ്പലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇത് മുഴുവനും ഗുവാഹത്തിയാണ്. അപ്പോൾ ഗുവാഹത്തിയുടെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു കരയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതും ഗുവാഹത്തി തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് ഇത്തിരി വില്ലേജ് സ്ഥലമാണ്. ഇത് ഇത്തിരി അത്യാവശ്യം സിറ്റി സൈഡാണ് കേട്ടോ. നമുക്കിവിടെ കേബിൾ കാറുണ്ട് കേട്ടോ. അവിടെ നിന്ന് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കൊരു പിടിയില്ല. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കേബിൾ കാറിൻ്റെ വയറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് നേരെ നമ്മുടെ ഈ ഉമാനന്ദ ഐലൻഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ തിരിച്ച് കേബിൾ കാറിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കാം. എനിക്ക് തിരിച്ച് കേബിൾ കാറിൽ പോകാം. എത്ര രൂപയാണെന്ന് അറിഞ്ഞൂടാ. പൈസ കൂടുതലാണെങ്കിൽ നമ്മൾ മിക്കവാറും ഫെറിയിൽ തന്നെ പോകും, അല്ലെങ്കിൽ നമ്മൾ കേബിൾ കാറിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത ഫെറി പോവുകയാണ്, തിരിച്ചു പോവുകയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫെറി കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫെറിയിൽ യാത്ര ചെയ്യാൻ പറ്റും. അവിടെ നിന്നൊരു ഫെറി തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. എനിക്ക് അത് ഇങ്ങോട്ടും മാറി ട്രിപ്പ് അടിക്കുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. അതിന് നല്ല തിരക്കുണ്ട്, പക്ഷേ ഇതിന് നല്ല തിരക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് കൂടുതൽ വില്ലേജ് ഏരിയയാണ് നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ ഒരു റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡെവലപ്പ് ചെയ്ത സ്ഥലമാണ്. വലിയ വലിയ ബിൽഡിങ്ങും പിന്നെ ഗുവാഹട്ടി സിറ്റി അല്ലേ, അപ്പോൾ അതിന് വേണ്ടി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് അങ്ങോട്ട് കൂടുതലും. അപ്പോൾ ഈ സൈഡിൽ വലിയ തിരക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വൈകുന്നേരം ഇവിടെ നിന്നിട്ട് തിരക്ക് കാണും. അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കരയിൽ നിന്ന് ഗുവാഹട്ടി സിറ്റിയിലോട്ട് പോകുന്ന തിരക്ക് കുറവായിരിക്കും വൈകിട്ട് സമയങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേബിൾ കാർ ഉണ്ടെന്ന്, ദാവരണം പോകുന്നുണ്ട്. എനിക്കൊന്ന് കൂടുതലും ടൂറിസ്റ്റ് ആൾക്കാരെയും കൊണ്ടായിരിക്കും ഈ കേബിൾ കാറിൽ പോകുന്നത് കേട്ടോ. ഞാൻ പൽവീതനോട് ചോദിച്ചു, അവനടുത്ത് പറഞ്ഞ് ചിലപ്പോൾ 100 രൂപയോ 100 രൂപയിൽ കൂടുതലോ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫെറി നമ്മുടെ ഇപ്പോഴത്തെ ഇക്കരക്കരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടിയില്ല. നമ്മൾ ഒന്നിയിൽ ഇവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് ആ കേബിൾ കാറിലോട്ട് കാർ കേബിളിലോട്ട് പോകാനായിട്ട് ഇവിടെ നല്ല ദൂരമുണ്ട്. നമ്മളത് ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു മണ്ണ് റോഡിൽ കൂടെയാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ബൈക്ക് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർക്ക് നമ്മുടെ ടൗണിലോട്ട് പോകണമല്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ബൈക്ക് റഷായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര തിരക്കായിരുന്നു. എനിക്ക് ഫോണ് പോലും പോക്കറ്റിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബൈക്ക് അത്രയും ഫോണടിയും ഭയങ്കര ബഹളവും ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫെറിക്ക് അകത്തോട്ട് കയറാനുള്ള ഇതായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അത്ര ആൾക്കാർ ബൈക്കിൽ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഫെറി കണ്ടില്ലേ, നല്ല തിരക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇവിടെ. പിന്നെ വഴിയൊക്കെ ആണെങ്കിൽ അവർ ചെറിയൊരു വേലി പോലത്തെ ഒരു സംഭവമൊക്കെ കെട്ടി ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ, അതും ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ബൽവീന്ദറിനും അറിഞ്ഞുണ്ടോ നമ്മൾ എങ്ങോട്ടാണ് ഈ പോണതെന്ന്. നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആ നടക്കുന്ന വഴികൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. अरे भाई साहब क्या बात करते हैं आप, वहाँ भी 5 डिग्री चल रहा है. അത്യാവശ്യം ഗ്രാമപ്രദേശമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴി, ആടും പശുവും ഒക്കെ ഉണ്ട്. പശുവിലെ എന്തോ ചാണകത്തിൻ്റെ മണമൊക്കെ അടിക്കുന്നത്. ആ ഒരു താറാക്കോഴി കിടക്കണുണ്ടോ? ഇതാരണ്ട ആട്ടുകുട്ടി. ഇതിനൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. എനിക്കാണ് ഈ വീട്ടിലുള്ളതാണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് കെട്ടിയിടാത്തത്. വീടാണ്. വീടാണോ ഫാമാണോന്നൊരു പിടിയില്ല കേട്ടോ ഇത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ബൽവീന്ദർ ഭായി ഞാനിങ്ങനെ സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നേരെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേബിൾ കാർ ഉണ്ടല്ലോ, കേബിൾ കാർ അങ്ങോട്ടാണ് കേട്ടോ. എന്നിട്ട് കേബിൾ കാർ കയറി നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് ഗുവാഹട്ടി ടൗണിലോട്ട് പോകുന്നതാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമമാണ് കേട്ടോ. നമ്മൾ എവിടെ കൂടെയാണ് നടക്കണമെന്ന് എനിക്കും അറിഞ്ഞൂടാ, അവനും അറിഞ്ഞൂടാ. ഇതാണ് നമ്മളെ ബാക്കിലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട്.
ഇവിടുത്തെ വീടൊക്കെ കണ്ടില്ലേ, എല്ലാം ഇവർ ഷീറ്റാണ് കേട്ടോ കൂടുതലും ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ വീട് കണ്ടില്ലേ, എല്ലാം ഏറ്റവും മുകളിൽ ഒരു ഷീറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അപൂർവമായിട്ട് മാത്രമേ നമുക്കിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത വീട് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീനാണ് കേട്ടോ. മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ കട്ടി നല്ലത് നമ്മൾ മിണ്ടാതെ നടക്കണേണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഏത് മീനാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കവായ് ഏവാല ടിക്കറ്റും തുന്ന. ഓ ഏവാല തുന്ന. ഓ ഇതിന്റെ പേര് തുന്ന. ഇത് നേരത്തെ പറഞ്ഞേ കാവാലല്ല കാവാലി എന്തോ പറയാ പേര്. कितना रुपए किलो दादा ये मछली? 200 रुपये. 200 रुपये किलो. 200 रुपीज पर केजी. ഓ 200 രൂപയാണ് കേട്ടോ ഒരു കിലോ. ഈ മീനെന്ന് പറയുമ്പോൾ 200 രൂപയാണ് ഇവരിവിടെ വിൽക്കുന്നത്. പിന്നെ ഇവിടെ കടലൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഈ മീനൊക്കെയാണ് ആശ്രയം കൂടുതലും. ഞാനും നമ്മുടെ ബൽവീന്ദർ ബയ്യും കൂടെ 2-3 കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കൂടുതൽ ഈ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ കുറച്ചുകൂടെ ഈ അറിഞ്ഞൂടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരുമ്പോഴും നമ്മൾ കാണുമ്പോഴും അത് വേറൊരു ഫീല് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേബിൾ കാറിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട് നമ്മുടെ ഫെറിയിൽ അവിടെ നിന്ന്. പിന്നെ ഇത് കറക്റ്റ് ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ടൂറിസ്റ്റ് ആൾക്കാരോ ആരും അങ്ങനെ വരണമൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോക്കണുണ്ട്. ഇത് ആരടാ ഈ നടക്കണേന്ന് പറഞ്ഞിട്ട്. ഈ വീടും കൊള്ളാം കേട്ടോ. കണ്ട ഇതിൻ്റെ റൂഫെന്ന് പറയുന്നതും ഷീറ്റ് തന്നെയാണ് അവരിട്ടിട്ടുള്ളത്. അപൂർവമായിട്ട് മാത്രമേ നമുക്കിവിടെ കോൺക്രീറ്റ് കാണാൻ പറ്റൂ കേട്ടോ. ഏതോ അമ്പലത്തിൽ പോകാൻ സ്കൂട്ടി വേണമെന്നാണ് ചോദിച്ചത്. म्यूजियम जा सकता है. कितना रुपये में देते हैं? म्यूजियम जाएगा तो 300 लगेगा. अच्छा म्यूजियम जाएगा तो. और म्यूजियम का कितना लगता है? म्यूजियम 3 किलोमीटर 4 किलोमीटर होगा. कोई नहीं पैदल चले जाएगा. इतना अरे नहीं चलेगा. ठीक है ठीक है. That guy told me you can rent a scooter. Yeah, I understand. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ സ്കൂട്ടർ റെൻറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ പോകുമ്പോൾ 300 രൂപയാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ദിവസത്തേക്ക് പിന്നെ 300 രൂപ ആയിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. പിന്നെ 3 കിലോമീറ്റർ 300 രൂപ എടുക്കാൻ നമുക്ക് ആട്ട പിടിച്ച് നോക്കിയൂടെ. കൊള്ളാം കേട്ടോ, ഈ വീട് കൊള്ളാം കേട്ടോ, നല്ല സ്ഥലമാണ്. കാര്യം പറഞ്ഞാൽ നമ്മളെ ഈ നദിയുടെ അടുത്തും അവർ കൂടുതലും താറാവ്, ആട് അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നടന്നു പോകുന്ന വഴി ഒരു വ്യൂ കണ്ടതാണ് കേട്ടോ. അത് ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഫുള്ള് പച്ചപ്പ് പിടിച്ച് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ മണ്ണായിട്ട് കിടക്കുന്നില്ലേ ഭാഗം, അതുവരെ പണ്ട് ഈ നദി ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമായിരിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം ഇല്ലാത്തതുകൊണ്ട് what we called കണ്ടൽക്കാട്. It's like looking that farm. You are talking farm? No, farm. Oh, farm. Like, എനിക്ക് മനസ്സിലായി. You are telling about the farming, na? Yeah, rice. It's like looking. ഓ, അപ്പോൾ നമ്മൾ ഇപ്പം നടക്കുന്നില്ലേ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വണ്ടികൾ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ശബ്ദം, അല്ലാതെ ഭയങ്കര സൈലൻ്റാണ്. ഒരു 5-6 സെക്കൻഡേ വെറുതെ ഞാൻ ഇങ്ങനെ നടക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ നടക്കുന്ന ഈ ശബ്ദമില്ലാതെ വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. You talking about a very silent place over here. Yeah. നമ്മൾ കുറച്ച് ദൂരം കൂടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ നമ്മളെ വലത് ഭാഗത്തൊരു അമ്പലവും പിന്നെ ഈ ഇടത് ഭാഗത്തായിട്ട് അടിപൊളി ഒരു വീടും കേട്ടോ. ഒരു രക്ഷയില്ല. വീട് മാത്രമല്ല, അവരുടെ ഈ മുറ്റമാണ് അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇത് ഗ്രാമവും മറ്റേത് സിറ്റിയുമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്.
അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വലുതായിട്ട് വികസനമൊന്നും വന്നിട്ടില്ലാത്ത സ്ഥലമാണ്. അതാണ് നല്ല ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റാണ് കേട്ടോ. ഇവിടെ കിളി കരച്ചിലും ആടും കോഴിയും താറാക്കോഴിയും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് നടന്ന് അത്യാവശ്യം ഇത്തിരി മെയിൻ റോഡുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടേ. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ബൽവീന്ദ്ര ഭയ്യ അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ കൂട്ടിന് പോവുകയാണ് കേട്ടോ. എനിക്ക് ചായ വേണ്ട, ഞാൻ ചായ അങ്ങനെ ഉച്ചയ്ക്ക് ഇപ്പോൾ മണി 10 രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ ചപ്പാത്തിയാണ് കഴിച്ചത്. നമുക്കങ്ങനെ ശീലമില്ല കൂടുതൽ ചപ്പാത്തി കഴിക്കണത്. എന്തായാലും ഇവിടെ എത്ര രൂപ വേണമെന്ന് നോക്കാം ചായ. How much man for tea? 10 rupees. Okay. This is like a special tea or like a normal tea? It's like a normal tea. Okay. Up and there. Assam chai. Yeah man, I know. It's good. Also special. പിന്നെ കണ്ടില്ല വേണ്ട ഈ പുകയില ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ഈ ചില സ്ഥലത്തൂടെ ഒക്കെ നടക്കൂലേ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ ആൾക്കാരുടെ ഈ ഒരു എന്തോ പറയാം, ഈ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് ചില സ്ഥലത്തൂടെ ഒക്കെ നടക്കുമ്പോൾ. ഇതിൻ്റെ ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടല്ലോ അത്. പക്ഷേ ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. നമുക്ക് കണ്ടില്ലേ ഓരോ വെറൈറ്റി ഇതിൽ അവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നു. പക്ഷേ ഇവർ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതാ അടുത്തത് നമ്മളവിടെ മുട്ടായി തൂക്കിയിട്ടിരിക്കും പോലെയാണ്, മുട്ടായി ലേസിൻ്റെ ചിപ്സ് തൂക്കിയിട്ടിരിക്കും പോലെയാണ് ഇവിടെ ഇവർ ഈ സാധനം തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ വെച്ചിട്ട് വേറൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ പുള്ളിക്കാരൻ ആന്ധ്രക്കാരനാണ് കേട്ടോ. ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ ഇവിടെയാണ് സെറ്റിൽ അല്ലേ? യു ആർ സെറ്റിൽ ഹിയർ? ഓക്കെ ഭയ്യ ഓക്കെ ബൈ. അപ്പോൾ ഇതാ നമ്മൾ കേബിൾ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ ഈ റോഡുണ്ടല്ലോ നമ്മൾ താഴെ കാണുന്നില്ലേ, ഈ റോഡ് നേരെ അതുവഴി അങ്ങോട്ട് നടന്നു പോയി കുറച്ച് ദൂരം പോയി. അത് റോഡ് വരെ നമ്മളങ്ങ് പോയി. പിന്നെ അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കണ്ട് നമ്മൾ നേരെ ബാക്കിലായിട്ട് നമുക്ക് കേബിൾ കാറും കാണാൻ പറ്റുന്നുണ്ട്. ഇനി പോയിട്ട് എത്ര രൂപയാണെന്ന് ചോദിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഫെറിയിൽ അങ്ങോട്ട് പോകാൻ 5 രൂപയേ ഉള്ളൂ. ഇവിടെ ഒരു എത്ര രൂപ ചോദിക്കണമെന്ന് ഒരു പിടിയില്ല. ഇനി മുകളിലോട്ട് കയറണം. ഇത് കയറാൻ എനിക്കാണ് കുറച്ച് തേരി ബാക്കിയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ പൊക്കത്തിലാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേബിൾ കാറിൽ കയറാനായിട്ട്. അപ്പോൾ ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ 200 രൂപയാണ് വരുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് മാത്രം പോയതില്ല, അതുകൊണ്ട് 100 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനും ബൽവീന്ദറും അങ്ങോട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടര കൂടെ 200 രൂപയായി. ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റാണ് വരുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട്? അതാ ഫൈനലി നമ്മൾ കേബിൾ കാറിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മളിതാ നേരത്തെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പർ സൈഡ് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇരുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നില്ലേ, അവിടെ പോയി ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ഇപ്പോൾ കേബിൾ കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അവിടെ ഉള്ള കേബിൾ കാറിലാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മളിതിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വേണ്ട ഈ റോഡിൽ കൂടെയാണ് നടന്ന് റോഡിലോട്ട് പോയത്. രൂപയ്ക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് കയറി യാത്ര ചെയ്യാനായിട്ട്. പിന്നെ അവിടെ 5 രൂപയേ ഉള്ളൂ, അത് ഓർക്കണം. നമ്മൾ ഇതുവഴി അപ്പുറത്ത് പോകാനായിട്ട് 100 രൂപ, 95 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ബൽവീന്ദർ ഭയ്യ അവിടെ പോയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. That's the new retreat that is succeeding. It'll be bad in summer, huh? അടിപൊളി കേട്ടാ. അവിടെ യു ആർ നോട്ട് അഫ്രൈഡ്? അടുത്ത കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് കൂടുതൽ ആളുണ്ടെന്ന് കേട്ടോ നമ്മളെ ഈ വണ്ടിയിലുള്ളതിനെക്കാട്ടിലും. ഇവരെല്ലാവരും ബാംഗ്ലൂരാണ്. ഇതാണ്ട ഇതൊരു ഐലൻഡാണ്. ഈ ഐലൻഡിൻ്റെ ഇതാണ്ട് ആ ഭാഗത്തായിട്ടൊരു അമ്പലമുണ്ട്, നമുക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ പേര് വരുന്നത് ഉമാനന്ദ അമ്പലമാണ് കേട്ടോ, ഉമാനന്ദ ടെമ്പിൾ. ഒരു ഐലൻഡാണ് നമ്മുടെ ഈ ബ്രഹ്മപുത്ര നദിയുടെ നടുക്കിലായിട്ട്. അതിലവർ ഈ കേബിൾ കാർ സെറ്റപ്പൊക്കെ ചെയ്തത് അടിപൊളിയാണ്.
कैसे आते हैं यहाँ पे? बोट से आते हैं। അപ്പോൾ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. യാത്ര കഴിഞ്ഞത് ഒരു ഫാനൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങി അതിൻ്റെ അകത്ത് പുറത്തിറങ്ങി എന്ത് തണുപ്പ്, പക്ഷേ ഭയങ്കര ചൂട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇവിടെ നിന്ന് ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ താഴോട്ട് പോകാൻ. ഇതിൽ ഓൾറെഡി 4 പേര് കയറിയിട്ടുണ്ട്. അവർ നേരെ താഴോട്ട് പോയതിന് ശേഷം നമുക്ക് പോവാം അങ്ങോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ നിന്ന് മെയിൻ റോഡിൽ പോകണം. അവിടെ നിന്ന് ബസ് പിടിക്കണം. ബസ് എങ്ങോട്ടാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ. നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമ്മളിനി അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കാമാഖ്യ ദേവി ടെമ്പിളിലോട്ടാണ്. അപ്പോൾ അതിവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ് കയറി വേണം പോകാൻ. ഇലക്ട്രിക്കൽ ബസ്സുണ്ട്. അപ്പോൾ അതിന് എത്ര രൂപയാവുമെന്ന് അറിഞ്ഞു. കാമാഖ്യ ദേവി ടെമ്പിളിലോട്ട് പോകാനുള്ള ബസ്സാണ് കേട്ടോ ഇത്. ഇലക്ട്രിക്കൽ ബസ്സാണ്. ബസ് നമ്മളെ കണ്ടോണ്ട് ചവിട്ടി നിർത്തിയാണ്. ഓക്കെ, AC ബസ്സാണ് കേട്ടോ. അതാ അവിടെ 2 സീറ്റുണ്ട്. ഇവിടെ പോയി ഇരിക്കാം. ഏറ്റവും ബാക്കിലായിട്ട് തന്നെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത് കേട്ടോ. നമ്മളെ ഈ ഫാൻസി ബസ്സാണെന്ന് കാമാഖ്യ ദേവി ടെമ്പിളിലോട്ട് 20 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അങ്ങനെ നമുക്ക് 40 രൂപ ടിക്കറ്റിന് റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബൽവീന്ദറുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി നേരെ അവിടെ എത്തിക്കണം. വണ്ടി നോക്കി ഇറങ്ങണം കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാമാഖ്യ ടെമ്പിൾ നമ്മളെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടെന്നാണ് നമ്മളെ കണ്ടക്ടർ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇലക്ട്രിക്കൽ ബസ് കൂടെയാണ് കേട്ടോ. ഇത് നമ്മളിവിടെ കാമാഖ്യ ദേവി ടെമ്പിളിലോട്ട് പോകാനായിട്ട് വലിയ ബോർഡും കാര്യങ്ങളൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ വേറെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് നടക്കണം. ഇവിടെ നിന്ന് ഏതാണ്ട് അരമണിക്കൂറോളം നടക്കാനുണ്ടെന്നാണ് ബൽവീന്ദറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒന്നിയിൽ നമ്മളെ ഗവൺമെൻറ് ബസ്സുണ്ട്, ഇതിൽ കയറി പോവാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷ പിടിച്ച് പോകാം. പക്ഷേ അതിനെക്കാട്ടിൽ ബസ് കയറി പോകണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇലക്ട്രിക്കൽ ബസ്സാണ്. എത്ര രൂപയാണെന്നൊരു പിടിയില്ല. ഇവിടെ ആസാം സ്റ്റേറ്റിൻ്റെയാണ് കേട്ടോ. നമ്മളെ അവിടുത്തെ ഗവൺമെൻറ് ബസ് പോലത്തെ. ഹോ മച്ച് മാൻ? 20 റുപ്പീസ് ഫോർ ഈച്ച് 1 പേഴ്സൺ. ഓക്കെ ഓക്കെ. ഓ 20 രൂപയാണ് കേട്ടോ. ഇവിടെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ബസ്സിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 50-60 മീറ്ററേ നടക്കാനായിട്ടുള്ളൂ നമ്മുടെ കാമാഖ്യ ദേവി ടെമ്പിളിലോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. കാര്യം എന്താ, ഈ ഒരു സൈഡിൽ ഫുള്ള് ബ്ലോക്കാണ്. ഇനി ഒരു ചെറിയൊരു കാറിന് പോകാൻ മാത്രമേ വഴിയുള്ളൂ. ബാക്കിയെല്ലാം റോഡ് മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാമാഖ്യ ദേവി ടെമ്പിളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വഴിയിലോട്ട് വരാനായിട്ട്. ഷൂ ഒക്കെ അവിടെ ഫ്രീ ആയിട്ട് അവർ ഊരി വയ്ക്കാൻ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റോളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആയിട്ട് ഊരി വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ അവർ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഇത് ഉച്ച സമയമാണ്. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. 12 മണി ആയെങ്കിലും നല്ല തിരക്കാണ്. നമ്മളത് ഇപ്പോഴീ കാണുന്നതാണ് കാമാഖ്യ ദേവി ടെമ്പിൾ. ഇത് 16ാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. കൂടുതലും സ്ത്രീകളാണ് ഇവിടെ തൊഴാനായിട്ട് വരുന്നത്. സംഗതി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ അനുഗ്രഹം വാങ്ങിക്കാനായിട്ടാണ് ഈ അമ്പലത്തിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ കൂടുതൽ നമുക്ക് കുറേ ആട്ടുകുട്ടികളെ കാണാൻ പറ്റുമേ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട്. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. ബൽവീന്ദർ, ബി കെയർഫുൾ. ഓക്കെ, യു ആർ ഗോയിങ് ടു ക്രഷ് ദം. അരിയാണത്. ആ അരി അവർ തറയിലിടുന്നതാണ്. അത് കഴിക്കാനായിട്ടാണ് ഈ കൂടുതൽ ആടും പ്രാവും ഒക്കെ വന്ന് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് തട്ടിയിട്ട് പോയതാണേ, ഒരു ലോഡ്. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു വീട് പോലൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിൽ ഇവർ ബലി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ആട്ടുകുട്ടിയൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പോയപ്പോഴേ അവർ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പോഴും ഈ അമ്പലങ്ങളിൽ ഇവിടെ ബലി കൊടുക്കണ ആ ഒരു സമ്പ്രദായമുണ്ട് കേട്ടോ ഇവിടെ. അത് എനിക്കൊരു പുതിയ കാഴ്ചയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ആട്ടുകുട്ടിയൊക്കെ ഒരുപാട് കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ അമ്പലത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാലും കൊള്ളായിരിക്കും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ
ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി ബാക്കിലോട്ടാണ്. പിന്നെ ഇവിടെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആട്ടുകുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ കാഷ്ട ഇടുന്നത് വൃത്തിയാക്കാൻ എപ്പോഴും ഒരാളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ തൂത്ത് ഒതുക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ നടക്കുമ്പോൾ അവരുടെ കാലിലൊട്ടാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റൂലല്ലോ. അതാണ്ടില്ലേ, ഇതിപ്പോൾ ഒരു പോയ ആട്ടുകുട്ടി കാഷ്ട ഇട്ടതാണ്. അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇങ്ങനെ 2-3 പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്നത്. എന്തായാലും അത് നല്ലൊരു പരിപാടിയാണ് ഇവരോട് ചെയ്യുന്നത്. പിന്നെ ഈ അമ്പലം ബ്ലാക്ക് മാജിക്കിന് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെ ആചാരങ്ങൾ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ വന്ന് ഒരിക്കലെങ്കിലും കാണണം. നമ്മളെ നാട്ടിലുള്ളതിനെക്കാട്ടിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അത് കാണാനായിട്ടെങ്കിലും ഇവിടെ ആസാമിൽ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരണേ. ഗുവാഹട്ടിയിലാണിത്. അപ്പോൾ നമ്മൾ കാമാഖ്യ ദേവി ടെമ്പിളിൽ നിന്ന് ഇങ്ങ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരുപാട് കടകളെ, ഇവിടെ പ്രസാദം വയ്ക്കുന്ന ഒരുപാട് കടകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ആസാമിൻ്റെ ഗവൺമെൻറ് ബസ്സുണ്ട്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാൻസി ബസാറിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റും. ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ബസ് നല്ല ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബസ്സിൻ്റെ അകത്ത് കയറാം. ബസ്സിൻ്റെ അകത്ത് കയറി ഞാൻ നിങ്ങൾക്ക് ബസ്സിൻ്റെ അകത്ത് കാണിച്ചു തരാം. അതാ നമ്മൾ ആദ്യം കയറുന്നതും അവർ ഫോൺ പേയുടെ ഒരു QR കോഡൊക്കെ ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലുതായിട്ട് തന്നെ. പിന്നെ നമ്മുടെ ബൽവീന്ദർ ഭയ്യ അവിടെ ഇരിപ്പുണ്ട്. ബസ് അടിക്കൊള്ളാം കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട്, അതൊന്നും നോക്കണ്ട. എനിക്കാണെങ്കിൽ AC ബസ് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്, പുറത്ത് അത്യാവശ്യം ഇത്തിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് ഗുരുദ്വാരയിലോട്ടാണേ. പിന്നെ ഡ്രൈവർ സീറ്റ് ഒക്കെ കൊള്ളാം കേട്ടോ. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. നമ്മളിടയ്ക്ക് പഞ്ചാബിലായിരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? അവിടുത്തെ ബസ്സിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലേ? പിന്നെ ഇതിത്തിരി ടൂറിസ്റ്റ് ലൊക്കേഷനിലോട്ട് വരുന്ന ബസ്സായതുകൊണ്ടാണ് ഇവരിങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് പോലും മാറ്റിയിട്ടില്ല, പക്ഷേ ആ ഭാഗത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ടുള്ള കാഴ്ചകളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനവിടെ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ രവി ബ്രോ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം റെയിൽവേ സ്റ്റേഷനിലോട്ടെ. അവന് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെയും കൂടെ താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഇവിടെ ഗുരുദ്വാരയിൽ. നമ്മൾ 2 പേരും ആണെങ്കിൽ ഓക്കെയാണ്. ഒരാളോടെ വന്നു കഴിഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകുന്ന വഴികളിൽ 2 സൈഡും കട ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഫുള്ള് ചെരുപ്പ് കടയാണ്, റൈറ്റ് സൈഡാണെങ്കിൽ ഫുള്ള് ഇലക്ട്രോണിക്സ് കട. സാംസങ് തൊട്ട് വിവോ, ഓപ്പോ ഒക്കെ ഉണ്ട്, റിയൽമി ഇവിടെ ഉണ്ട്, വിവോ. പിന്നെ അവിടെ MIയുടെ സ്റ്റോറുണ്ട്, MIയുടെ സ്റ്റോർ കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ ഒഫീഷ്യൽ സ്റ്റോർ ആയിരിക്കില്ല, അവർ ഇങ്ങനെ പരസ്യത്തിന് വേണ്ടി എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി രവിയെ കാണാൻ വേണ്ടി പോവാണ്. അത് വേറെ ഒന്നുമല്ല, ഇവൻ നമ്മുടെ അടുത്ത് പറഞ്ഞ ഇവൻ ഗുവാഹട്ടി സ്റ്റേഷനിൽ വരുമെന്നാണ്. പക്ഷെ അവന് അബദ്ധം പറ്റിയതാണ്. നമ്മളിവിടെ ഗുവാഹട്ടി സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് ബാക്ക് സൈഡ്. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുവാഹട്ടി സ്റ്റേഷനല്ല, ഞാനിവിടെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ അടുത്ത പിന്നെ നമ്മൾ ട്രെയിനിൽ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു, ട്രെയിൻ കാമാഖ്യ സ്റ്റേഷനിലോട്ട് ഉണ്ടെന്ന്. അപ്പം നോക്കിയ സമയത്ത് അടുത്ത ട്രെയിനുണ്ട്. അങ്ങനെയാണ് നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് നേരെ ഇവിടെ കാമാഖ്യ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി രവിയെ പോയി കാണണം. ആദ്യം പോയി കണ്ടിട്ട് അവൻ 2 ഇടി കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് ഞാൻ കാണിച്ചു തരാം. കാമാഖ്യ സ്റ്റേഷനിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ രവി ബ്രോയെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ റൂമിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ്ടോ നമ്മളെ കാണാതെ പോയ നമ്മളെ രവി ബ്രോയെ നമ്മൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. വാട്ട് യു ഫീൽ മാൻ? I feel really surprising. Everything means this place is very good, and you guys are what to say, very excited for next at least 7-8 days. Let's see. What do you say? He is like at Guwahati station. No. Then Kamakya. Not he was saying ki I am very surprised. Surprised.
You are, we are surprising you Yeah, in man. front of us. അത് ശരിയാണ് കേട്ടോ. ഇവൻ സർപ്രൈസ്ഡ് ആയതല്ലേ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മളവിടെ ഗുവാഹട്ടി സ്റ്റേഷനിൽ പട്ടിയെ പോലെ നടന്നു പോയിട്ട് ഇവനെ കാണാനില്ല. ഇവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ ഗുവാഹട്ടി സ്റ്റേഷനിൽ അവരുടെ വിച്ച് സ്റ്റേഷൻ, കാമാക്കിയ സ്റ്റേഷൻ. When we came to കാമാക്കിയ സ്റ്റേഷൻ, this guy is not there again. And അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 1.5 കിലോമീറ്റർ കൊണ്ട് നടന്നു വന്നാൽ ഞാൻ ഇവിടെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 200 രൂപയാണ് വരുന്നത്. പക്ഷേ 200 രൂപയ്ക്ക് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റൂമാണ്. നമ്മളവിടെ ഗുരുദ്വാരയിലാണെങ്കിൽ ജസ്റ്റ് ഒരു മെത്ത പോലത്തെ ഒരു സംഭവം അവിടെ അവർ തരും. മെത്തയും ഷീറ്റും തരും കേട്ടോ. നമുക്ക് അവിടെ തറയിൽ വിരിച്ചിട്ടിട്ട് കിടക്കാം. പിന്നെ നമ്മളിത് സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗുരുദ്വാരയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ 3 പേരും കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ റൂമിൽ നിന്ന് കാണിച്ചു തരാം. ഇത് ചെറിയൊരു റൂമാണ്. ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബൽവീന്ദറിൻ്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ രവി ബ്രോ ബൽവീന്ദർ വാങ്ങിച്ചുകൊണ്ടുവന്ന കോട്ടാണ് കേട്ടോ ഇത്. ഹൗ ഇസ് എ കോട്ട്? Coat is nice, man. I think so we can wear it like 2 sides. Yeah, it's like a reversible. I think Kohima Hornbill Festival is. I can survive You in can this. search on in Google this brand. It costs like 3,000. Okay. Yeah. After wearing it, feel very good, man. Hey, this is like 3,000 rupees. In MRP, like in MRP. Okay. If we are checking in online, so if we are buying in this online, so it's give like. Yeah, I understand. But this is how much? Yeah, this is for 500 rupees. 500 rupees. Okay. 500 rupees is okay, man. Also, അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് ഈ ഗുവാഹട്ടിയിലെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. മിക്കവാറും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇവിടെ അടുത്തൊരു ഡിക്കാത്തലോൺ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനുണ്ട്, രവി ബ്രോ ഉണ്ട്, പിന്നെ ബൽവീന്ദറുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ബൈ ഫോർ നൗ. ജസ്റ്റ് ബൈ. bye bye. Bye.